അവിടെ ഒരു ബംഗാൾ രാഷ്ട്രീയമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പഴയ തലമുറയിലുള്ള ത്യാഗധനരായ നേതാക്കന്മാർ അരങ്ങൊഴിയുകയും പുതുതലമുറയിലെ ആക്രാന്തക്കാരായ നേതാക്കന്മാർ അരങ്ങ് പിടിച്ചെടുക്കുകയും ചെയ്തു. അവിടെ ആയിഷ പോറ്റി അധികം പറ്റായി. പാർട്ടിയോടോ പാർട്ടിക്കാരോടോ എനിക്ക് പരാതിയൊന്നുമില്ല. പാർട്ടിയിലെ ചില നേതാക്കന്മാർ മാത്രമാണ് എന്നെ ഒറ്റപ്പെടുത്താൻ ശ്രമിച്ചത്. ഇവരെ പോലൊരാളെ ഇനി ചോദ്യം എടുക്കുന്നതിൽ കഥയില്ല എന്ന് പാർട്ടിക്ക് തോന്നി. അങ്ങനെയാണ് പാർട്ടിയുടെ ഒരു രീതി. ആയിഷ പോറ്റിക്ക് അറിയാത്തതുകൊണ്ട്. അപ്പോൾ ഈ പുതുതലമുറ കമ്മ്യൂണിസ്റ്റുകാരുടെ പല രീതികളും ആയിഷ പോറ്റിക്ക് മനസ്സിലായില്ല. അവരുടെ കുറ്റമല്ല, അത് ഈ വന്ന നേതാക്കന്മാരുടെ കൂട്ടില്ല. അവർ ന്യൂജൻ കമ്മ്യൂണിസ്റ്റുകാരാണ്. പാർട്ടിയിൽ നിന്ന് എന്ത് കിട്ടും എന്ന് കണക്കാക്കിയിട്ട് പാർട്ടിയിൽ ചേർന്നിട്ടുണ്ട്. കൊട്ടാരക്കരയിലെ മുൻ MLA മാർക്സിസ്റ്റ് നേതാവുമായ ശ്രീമതി ആയിഷ പോറ്റി കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവിൻ്റെ രാപ്പകൽ സമരത്തിൽ പങ്കെടുത്ത് കോൺഗ്രസ്സിൽ അംഗത്വം സ്വീകരിച്ചു എന്ന വാർത്തയാണ് നമ്മളെ തേടിയെത്തിയിട്ടുള്ളത്. ഇപ്പോഴത്തെ കാലത്ത് ഏത് വാർത്ത കേട്ടാലും നമ്മൾ ഞെട്ടാൻ പാടില്ല എന്നുള്ളതുകൊണ്ട് ആയിഷ പോറ്റിയുടെ കൂടുമാറ്റം കേട്ടപ്പോഴും ഞാൻ ഞെട്ടിയില്ല. നിങ്ങൾ ഞെട്ടിക്കാണുകയില്ല എന്നെനിക്ക് തോന്നുന്നു. മാത്രമല്ല, ശ്രീമതി ആയിഷ പോറ്റി കുറച്ച് നാളായിട്ട് അസ്വസ്ഥയാണ്, അസംതൃപ്തിയാണ്. പാർട്ടി അവരെ അവഗണിക്കുന്നു എന്നൊരു തോന്നൽ അവർക്കുണ്ട്. അവഗണിക്കുന്നു എന്നൊരു തോന്നൽ പാർട്ടിക്കുമുണ്ട്. അവരിന്നലെ വളരെ വികാരാധീനയായി കോൺഗ്രസിൻ്റെ സമരപന്തലിൽ പറഞ്ഞത്, പാർട്ടിയോടോ പാർട്ടിക്കാരോടോ എനിക്ക് പരാതിയൊന്നുമില്ല. പാർട്ടിയിലെ ചില നേതാക്കന്മാർ മാത്രമാണ് എന്നെ ഒറ്റപ്പെടുത്താൻ ശ്രമിച്ചത്. അവർ പറഞ്ഞ ഒരു വാക്യം വളരെ പ്രധാനമായിരുന്നു. ഞാൻ ചേർന്ന കാലത്തുള്ള പാർട്ടിയല്ല ഇന്നുള്ളത്. ആ പാർട്ടിക്ക് വലിയ മാറ്റം വന്നിരിക്കുന്നു. അപ്പോൾ ഇവിടുത്തെ പ്രശ്നം എന്ന് വെച്ചാൽ ആയിഷ പോറ്റിക്ക് മാറ്റമില്ല. പാർട്ടി വല്ലാതെ മാറിയിരിക്കുന്നു. കാലം ആർക്ക് വേണ്ടി കാത്തു നിൽക്കുന്നില്ല എന്ന് നമുക്കറിയാം. ആയിഷ പോറ്റി അങ്ങനെ വലിയ സമര പാരമ്പര്യമുള്ള നേതാവൊന്നുമല്ല. ഈ നമ്മുടെ നാട്ടിലെ ചില ഡിഫിക്കാർ പറയുന്ന പോലെ ചോരച്ചാലുകൾ നീതി കയറിയ ഒരു വിപ്ലവ നായികയൊന്നുമല്ല. അവർ കോപ്പിയടിച്ച പരീക്ഷ പാസ്സായ ആളല്ല. അതുപോലെ ട്രാൻസ്പോർട്ട് ബസ്സിന് കല്ലെറിയാൻ പോയ ആളല്ല. പഠിക്കുന്ന സമയത്ത് അധ്യാപകരെ മർദ്ദിക്കുകയോ നായ്ക്കുറഞ്ഞ പൊടി വെതറുകയോ ഒന്നും ചെയ്ത ആളല്ല. ഒരു സാധു സ്ത്രീ. അവർ അച്ഛൻ പാർട്ടിയുമായിട്ട് എന്തോ ബന്ധമുള്ള ആളായിരുന്നു. ഭർത്താവിനും പാർട്ടിയോട് വലിയ എതിർപ്പൊന്നുമില്ല. സംഗതി വശാൽ ഇവരെ പാർട്ടി പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ മത്സരിപ്പിച്ചു. അവർ ജയിച്ചു കഴിഞ്ഞപ്പോൾ അവരെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റാക്കി. 5 കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റായിട്ടിരുന്നു. അവിടെ സൽപ്പേര് മാത്രമേ സമ്പാദിച്ചുള്ളൂ. മോഷണവും നടത്തിയില്ല, അഴിമതി നടത്തിയില്ല, കളവ് നടത്തിയില്ല. അങ്ങനെ സൽപ്പേരോടുകൂടി 5 വർഷം പൂർത്തീകരിച്ചപ്പോൾ പാർട്ടി അവരെ ഒരിക്കലും ജയിക്കാൻ പറ്റാത്ത ഒരു സീറ്റിൽ മത്സരിപ്പിച്ചു. ആ സീറ്റ് കൊട്ടാരക്കരയാണ്. ദീർഘകാലം CPI നേതാക്കന്മാർ മത്സരിച്ച് തോറ്റ ഈ ചന്ദ്രശേഖരൻ നായരും അദ്ദേഹത്തിൻ്റെ സഹോദരൻ രാജേന്ദ്രനും വരെ മത്സരിച്ച് തോറ്റ കൊട്ടാരക്കര സീറ്റ് പിന്നീട് CPI CPMന് കൈമാറുകയായിരുന്നു. CPM ഇതുപോലെ പല ആളുകളെ മത്സരിച്ചവരൊക്കെ തോക്കുകയും ചെയ്ത ആ കൊട്ടാരക്കര സീറ്റിൽ ബാലകൃഷ്ണപിള്ളയുടെ പൊന്നാപുരം കോട്ടയിൽ ഈ പാവപ്പെട്ട ആയിഷ പോറ്റി ഒരു നേർച്ചക്കോഴിയായിട്ടാണ് പാർട്ടി മത്സരിപ്പിച്ചത്. പക്ഷേ ആരോ ഗുരുത്തം കൊണ്ട്, അല്ലെങ്കിൽ ബാലകൃഷ്ണപിള്ളയുടെ കഷ്ടകാലം കൊണ്ട് ബാലകൃഷ്ണപിള്ള തോക്കുകയും ആയിഷ പോറ്റി ജയിക്കുകയും ചെയ്തു. അത് പക്ഷേ 2006 VS തരംഗം കൂടി ആയിരുന്നു. VS തരംഗത്തിൽ ജയിച്ച LDF MLA ഒരാളായിരുന്നു ആയിഷ പോറ്റി. അവരൊരു സാധുവായിരുന്നതുകൊണ്ട് ഈ സത്യപ്രതിജ്ഞയുടെ സമയത്ത് ദൈവനാമത്തിലാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. അവർ ദൈവവിശ്വാസിയാണ്. സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ ദൃഢപ്രതിജ്ഞ എടുക്കണമെന്ന് അവർക്ക് അറിയില്ലായിരുന്നു. അങ്ങനെ ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തു. ഇതറിയാവുന്ന ഞങ്ങളുടെ കുന്നത്തുനാട് MLA സഖാവി MM മോനായി ദൈവനാമത്തിലാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. ആ 2 പേർക്കെതിരെ പാർട്ടി നടപടിയെടുത്തു, ശാസിച്ചു. മേലിൽ ഇങ്ങനെ ചെയ്തു പോരുത്. ദൈവം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും, നിങ്ങൾ ദൈവത്തിൽ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും, നമ്മുടെ പാർട്ടി ഡിസിപ്ലിൻ അനുസരിച്ച് ഒന്നുകിൽ പാർട്ടിയുടെ നാമത്തിൽ അല്ലെങ്കിൽ സ്വന്തം നാമത്തിൽ മാത്രമേ സത്യപ്രതിജ്ഞ ചെയ്യാവൂ എന്ന് ഗുണദോഷിച്ച് അവരെ തൽക്കാലം വെറുതെ വിട്ടു. അടുത്ത തെരഞ്ഞെടുപ്പിലും പിന്നത്തെ തെരഞ്ഞെടുപ്പിലും ആയിഷ പോറ്റി വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചു. ഏറ്റവും അവസാനം അവർ ജയിച്ചതാണ്ട് 40,000-ൽ പരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനായിരുന്നു. തിരുവിതാംകൂർ ഭാഗത്ത് ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷങ്ങളിൽ ഒന്നായിരുന്നു കൊട്ടാരക്കരയിൽ ആയിഷ പോറ്റിയുടെ ഭൂരിപക്ഷം. അത്തവണ അവർ കേരള നിയമസഭയുടെ സ്പീക്കറാവും എന്നൊക്കെ ചില കേൾവിയുണ്ടായിരുന്നു. അതൊക്കെ പത്രത്തിൽ വന്ന പല ഗുണ്ടുകളിൽ ഒരു ഗുണ്ട് എന്ന് വിചാരിച്ചാൽ മതി. 15 കൊല്ലം MLA ആയിരുന്നിട്ട് അവർ ഈ അവിഹിതമായിട്ട് സ്വത്ത് സമ്പാദിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്ഥാനമാനങ്ങളുടെ പുറകെ പോകുകയൊന്നും ചെയ്തില്ല. MLA സ്ഥാനം കഴിഞ്ഞു. 3 കൊല്ലത്തിലധികം മത്സരിച്ച് 3 തവണയിലധികം ജയിച്ചവർക്ക് ഇനി സീറ്റില്ല എന്ന് പാർട്ടി പ്രഖ്യാപിച്ചു. അവർ മുറുമുറുപ്പൊന്നും കൂടാതെ ഒഴിഞ്ഞു കൊടുക്കുകയും ചെയ്തു. അവരെ പോലെ തന്നെ ഒരുപാട് പേരെ ഒഴിഞ്ഞു കൊടുത്തു. നമുക്കറിയാം, AK ബാലൻ, അതുപോലെ G സുധാകരൻ, തോമസ് ഐസക്, രവീന്ദ്രനാഥ്, അതുപോലെ
ഇ.പി. ജയരാജൻ, കെ.വി. അബ്ദുൽ ഖാദർ, രാജു എബ്രഹാം, ഇങ്ങനെ ഒരുപാട് പേര് അരങ്ങൊഴിഞ്ഞു. ആയിഷ പൂറ്റി ഒഴിഞ്ഞു. അതിൽ പ്രത്യേകിച്ച് പരിഭവിക്കാനോ അല്ലെങ്കിൽ പിണങ്ങാനോ മുഖം വീർപ്പിക്കാനോ ഒന്നുമില്ല. അവരൊഴിഞ്ഞു കൊടുത്തു. കൊട്ടാരക്കരയിൽ സഖാവ് ബാലഗോപാൽ മത്സരിച്ചു. ബാലഗോപാൽ വളരെ ബുദ്ധിമുട്ടിയാണ്, കൈയും കാലിട്ട് അടിച്ചാണ് ജയിച്ചത്. ഈ വോട്ടെണ്ണലിൻ്റെ ആദ്യ ഘട്ടത്തിലൊക്കെ ബാലഗോപാൽ വളരെ പിന്നിലായിരുന്നു. അവസാനമായപ്പോഴാണ് സഖാവ് ഒരു വിധത്തിൽ കൈയും കാലിട്ട് അടിച്ച് വിജയത്തിലെത്തി. പിന്നീട് ധനകാര്യമന്ത്രിയാകച്ചു. ബാലഗോപാൽ മോശക്കാരനെന്നല്ല ഞാൻ പറഞ്ഞത്, പക്ഷേ ആയിഷ പൂറ്റിയോളം അനായാസമായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ വിജയം. അങ്ങനെ അതിന് ശേഷം പാർട്ടി ആയിഷ പൂറ്റിയെ മിക്കവാറും തഴഞ്ഞു. ഇവരെ പോലൊരാളെ ഇനി ചോന്നുകൊണ്ട് നടക്കുന്നതിൽ കഥയില്ല എന്ന് പാർട്ടിക്ക് തോന്നി. അങ്ങനെയാണ് പാർട്ടിയുടെ ഒരു രീതി. ആയിഷ പൂറ്റിക്ക് അറിയാത്തതുകൊണ്ട് പാർട്ടിക്ക് ഒരാളെ കണ്ടു എന്തെങ്കിലും ഗുണമുണ്ടെങ്കിൽ അയാളെ ചോന്നുകൊണ്ട് നടക്കും. ആവശ്യം കഴിഞ്ഞാൽ ആ സെക്കൻഡിൽ അവർ കൈയൊഴിയും. ഇതിന് ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു സുകുമാർ അഴീക്കോട്. മറ്റൊരു ഉദാഹരണം ഇത് ലോരപ്പൻ നമ്പാട്. നമ്പാടിനെ കൊണ്ട് ആവശ്യമുള്ള കാലത്ത് പാർട്ടി അദ്ദേഹത്തെ തോളി കയറ്റിക്കൊണ്ട് നടന്നു. ആവശ്യം കഴിഞ്ഞാൽ ആ സെക്കൻഡിൽ പുള്ളിയെ താഴ്ത്തു വെച്ചു. അത് സാധാരണ രീതിയാണ്. ആയിഷ പൂറ്റിക്ക് പക്ഷേ ഈ സാധാരണ രീതി അറിയില്ലായിരുന്നു. മാത്രമല്ല അവർ നോക്കുമ്പോൾ കാണുന്ന കാഴ്ച എന്താണ്? കൊല്ലം പാർട്ടി എന്ന് വെച്ചാൽ പണ്ട് ഗുരുദാസിനെ പോലുള്ള ആളുകളായിരുന്നു. പി.കെ. ഗുരുദാസൻ വളരെ ദീർഘകാലം പാർട്ടി ജില്ലാ സെക്രട്ടറി ആയിരുന്നു. പിന്നീട് എം.എൽ.എയും മന്ത്രിയുമായിരുന്നു. 5 കൊല്ലം മന്ത്രി ആയിരുന്നിട്ടും എക്സൈസ് മന്ത്രി ആയിരുന്നിട്ടും 5 പൈസ പോലും കൈക്കൂലി വാങ്ങിക്കാത്ത ആളായിരുന്നു. അതുപോലെ ത്യാഗനിർഭരമായ ജീവിതം നയിച്ച ഒരുപാട് സഖാക്കൾ CPIയിലുണ്ടായിരുന്നു, CPMയിലുണ്ടായിരുന്നു. ആ ഒരു കാലം മാറി. ഇപ്പോൾ വയറ്റിപ്പഴുപ്പുകാരായി കൂടുതൽ. നമ്മുടെ ഇരവിപുരം MLA ആയിരിക്കുന്ന നൗഷാദിനെ പോലെയുള്ളവർ, അല്ലെങ്കിൽ പാർട്ടിയുടെ എല്ലാമായിരിക്കുന്ന ഏണസ്റ്റിനെ പോലെയുള്ള ആളുകൾ, അല്ലെങ്കിൽ കൊല്ലം മേയറായിരിക്കുന്ന പ്രസന്ന ഏണസ്റ്റിനെ പോലെയുള്ള മേയറായിരുന്ന പ്രസന്ന ഏണസ്റ്റിനെ പോലെയുള്ള ധീര സഖാത്തികൾ. ഇങ്ങനെ ഒരു പുത്തൻ തലമുറ വന്നു. പഴയ തലമുറയിൽപ്പെട്ട ആളുകളൊക്കെ വിസ്മരിക്കപ്പെട്ടു. അപ്പോൾ ഈ പുതുതലമുറ കമ്മ്യൂണിസ്റ്റുകാരുടെ പല രീതികളും ആയിഷ പൂറ്റിക്ക് മനസ്സിലായില്ല. അവരുടെ കൂട്ടല്ല, അത് ഈ വന്ന നേതാക്കന്മാരുടെ കൂട്ടില്ല. അവർ ന്യൂജൻ കമ്മ്യൂണിസ്റ്റുകാരാണ്. പാർട്ടിയിൽ നിന്ന് എന്ത് കിട്ടും എന്ന് കണക്കാക്കിയിട്ട് പാർട്ടിയിൽ ചേർന്നവരാണ്. ഇവരങ്ങനെയല്ല, പാർട്ടിക്ക് എന്ത് കൊടുക്കാൻ പറ്റും എന്ന് വിചാരിച്ച് പാർട്ടിയിൽ ചേർന്നവരാണ്. അപ്പോൾ പുതിയ തലമുറയും പഴയ തലമുറയും തമ്മിൽ സ്വാഭാവികമായിട്ടും ചില പൊരുത്തക്കേടുകൾ ഉണ്ടാവുമല്ലോ. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ആയിഷ പൂറ്റി തഴയപ്പെട്ടത്. അതിൽ എനിക്ക് ആലോചിക്കുമ്പോൾ വലിയ അത്ഭുതം തോന്നില്ല. ഇതെല്ലാ ജില്ലയിലും ഉണ്ടായ ഒരു തലമുറ മാറ്റമാണ്. മാത്രമല്ല കൊല്ലം MLA ആയിട്ട് ഗുരുദാസിൻ്റെ സ്ഥാനത്ത് മുകേഷ് വന്നല്ലോ. അതിലും വലിയൊരു വിപ്ലവം കൊല്ലത്ത് നടക്കാൻ പറ്റുകയില്ല. കാരണം ഗുരുദാസിനെ പോലെ ത്യാഗധനനായ ഒരാൾ, പാർട്ടിക്ക് വേണ്ടി ജീവിച്ച, പാർട്ടിക്ക് വേണ്ടി ജീവാർപ്പണം ചെയ്ത ഒരാളുടെ സ്ഥാനത്ത് അയാളെ പ്രത്യേകിച്ച് ഒരു കാരണം കൂടാതെ, ആരോഗ്യപരമായ കാരണമില്ല, ബുദ്ധിപരമായ കാരണമില്ല, താത്വികമായിട്ടുള്ള കാരണമില്ല, പാർട്ടി അച്ചടക്കവുമായി ബന്ധപ്പെട്ട് ഒരു കാരണവുമില്ല, വെറുതെ ഗുരുദാസിനെ മാറ്റിയിട്ട് സ്ഥാനത്ത് കുപ്രസിദ്ധനായ സിനിമാ നടൻ മുകേഷ് വരികയാണ്. മുകേഷ് എത്ര പീഡന കേസുകളിൽ പ്രതിയാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അടക്കം ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഇതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. മുകേഷിൻ്റെ മുൻ ഭാര്യയുമായിട്ട് സഖാവ് വീണ ജോർജ് ഇന്ത്യ വിഷൻ ചാനലിൽ നടത്തിയ അഭിമുഖ സംഭാഷണം തന്നെ ആ സമയത്ത് പാർട്ടിയുടെ മുമ്പിലുണ്ട്. ഇതൊക്കെ ഉണ്ടായിട്ടും മുകേഷ് അറിയപ്പെടുന്ന CPIക്കാരനായിരുന്നു. CPIയിൽ അംഗമായിരിക്കുന്ന മുകേഷിനെ CPMൽ സ്ഥാനാർത്ഥിയായിട്ട് നിർത്തി. പിന്നീടും പല ആരോപണങ്ങളുണ്ട്. ഇപ്പോഴും മുകേഷിന് പാർട്ടി പൂർണ്ണമായിട്ട് കൈയൊഴിഞ്ഞിട്ടില്ല. ഈ ആരോപണങ്ങൾക്ക് ശേഷവും മുകേഷിന് പാർലമെൻറ്റിലേക്ക് പാർട്ടി മത്സരിപ്പിച്ചു. പിന്നെ കൊല്ലത്തുകാർക്ക് വിവേകമുള്ളതുകൊണ്ടും വകതിരിവുള്ളതുകൊണ്ടും അദ്ദേഹം തോറ്റുപോയി. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അത് കഴിഞ്ഞ് ഈ കഴിഞ്ഞ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ കൊല്ലത്ത് പാർട്ടി വിചാരിക്കാത്ത രീതിയിൽ തിരിച്ചടിയുണ്ട്. കൊല്ലത്ത് സ്ഥിരമായിട്ട് ഇടതുപക്ഷക്കാർ ജയിച്ചുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കോൺഗ്രസ് അത്രയും ദുർബലമായതുകൊണ്ട്, ശിഥിലമായതുകൊണ്ടുമാണ്. എണ്ണി പറയാൻ ഒരു നേതാവില്ല കോൺഗ്രസ്സിൽ. അതാണ് കോൺഗ്രസിൻ്റെ വലിയ പരാധീനത. അതേസമയത്ത് BJP CPMനെ വെല്ലുവിളിക്കത്തക്ക രീതിയിലേക്ക് ഉയർന്നു വന്നിട്ടുമില്ല. അങ്ങനെ കൊല്ലം ജില്ല എന്ന് വെച്ചാൽ പഴയ കാലത്തെ ബംഗാൾ പോലെയാണ്. അവിടെ ഒരു ബംഗാൾ രാഷ്ട്രീയമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പഴയ തലമുറയിലുള്ള ത്യാഗധനരായ നേതാക്കന്മാർ അരങ്ങൊഴിയുകയും പുതുതലമുറയിലെ ആക്രാന്തക്കാരായ നേതാക്കന്മാർ അരങ്ങ് പിടിച്ചെടുക്കുകയും ചെയ്തു. അവിടെ ആയിഷ പൂറ്റി അധികപ്പറ്റായി. അവർക്ക് ആ പാർട്ടിയിൽ നിന്നിട്ട് ഒരു കാര്യമില്ല എന്ന് അവർക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് അവർ നല്ല നേരത്തെ സ്വരം നന്നായിരിക്കവേ പാട്ട് നിർത്തി ഇപ്പോൾ പുതിയ ഒരു ഗായക സംഘത്തിൽ ചേർന്നിട്ടുള്ളത്. അവർ കോൺഗ്രസ്സിൽ എന്തായിരിക്കും അവർക്ക് കിട്ടാൻ പോകുന്ന അക്കോമഡേഷൻ എന്ന് പറയാൻ ഞാനാളല്ല. അവർ ഒരുപക്ഷെ കൊട്ടാരക്കരയിൽ മത്സരിപ്പിക്കാൻ സാധ്യതയുണ്ട്. അവർ ജയിക്കുകയോ ഇല്ലയോ എന്നൊന്നും പറയാൻ ഞാനാളല്ല. കാരണം പഴയ കൊട്ടാരക്കരയല്ല പുതിയ കൊട്ടാരക്കര. ഈ പുനർവിഭജനത്തിന് ശേഷം പഴയ നെടുമത്തൂർ മണ്ഡലം ഇല്ലാതാവുകയും മാർക്സിസ്റ്റുകാർക്ക് പ്രാമുഖ്യമുള്ള വലിയൊരു ഭൂപ്രദേശം കൊട്ടാരക്കര മണ്ഡലത്തിൽ ചേർക്കുകയും ചെയ്തു. ഏതുപോലെ എന്ന് വെച്ചാൽ പഴയ മാള മണ്ഡലം ഇല്ലാതായിട്ട് അതിനെ കൊടുങ്ങല്ലൂർ മണ്ഡലത്തിൽ ലയിപ്പിച്ച പോലെയാണ്.
അപ്പോൾ പഴയ മാളയാണ് ഇപ്പോഴത്തെ കൊടുങ്ങല്ലൂർ, പഴയ കൊടുങ്ങല്ലൂരാണ് ഇപ്പോഴത്തെ കയ്പമംഗലം എന്ന് പറഞ്ഞ പോലെ പഴയ കൊട്ടാരക്കരയല്ല ഇപ്പോഴത്തെ കൊട്ടാരക്കര. ബാലകൃഷ്ണപിള്ള സാറിൻ്റെ കൊട്ടാരക്കര ഇപ്പോൾ ഇല്ല, അല്ലെങ്കിൽ ആയിഷ പോറ്റി തന്നെ ആദ്യം ജയിച്ച കൊട്ടാരക്കര ഇല്ല. ആ സ്ഥാനത്ത് ഇപ്പോഴുള്ളത് പഴയ നെടുമ്പത്തൂർ മണ്ഡലത്തിൻ്റെ ഗണ്യമായ ഭാഗങ്ങൾ ഉൾപ്പെട്ട പുതിയ കൊട്ടാരക്കരയാണ്. അവിടെ CPM വലിയ മേൽക്കോയ്മയുള്ള സ്ഥലമാണ്. അവിടേക്കാണ് ഇനി നമ്മൾ അങ്കക്കുറി തൊടിയിച്ച് ആയിഷ പോറ്റിയെ രംഗത്തിറക്കാൻ പോകുന്നത്. എനിക്കറിയില്ല, എന്ത് തന്നെ ആവട്ടെ, ഈ വൈകിയ വേളയിലെങ്കിലും സത്യം തിരിച്ചറിഞ്ഞ് അത് ജനങ്ങളോട് പറഞ്ഞേര് ആയിഷ പോറ്റിയെ നമ്മൾ അഭിനന്ദിക്കണം. ആ ഒറ്റ കാര്യത്തിൽ മാത്രം. അവർ കൂടുവിട്ട് കൂടുമാറിയത് രാഷ്ട്രീയ ധാർമ്മികതയ്ക്ക് നിരക്കുന്നതാണോ, രാഷ്ട്രീയ സദാചാരത്തിന് ചേർന്നാണോ എന്നുള്ള കാര്യമൊക്കെ ഭാവി തലമുറ വിലയിരുത്തട്ടെ. ഏതായാലും സഖാവ് ആയിഷ പോറ്റിക്ക് വിപ്ലവ അഭിവാദനം.